ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ഒരു പുതിയ സർവൈവൽ വേൾഡ് തുടങ്ങി. അതിലിപ്പോൾ നമ്മൾ അവിടെ സെറ്റപ്പൊക്കെ ചെയ്ത് ബംഗാളാണിത്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് പറ്റിയൊരു പണി അപ്പം തന്നെയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ കുടുങ്ങിയ ഇവിടെ വന്നു. അപ്പം ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഞാനൊരെണ്ണം ഗേറ്റ് വരച്ച് മറ്റു സാധനമില്ല. ഇവിടെ കല്ല് ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം. ഈ സാധനത്തിന് ഇതിലാണ്ട് കുറേ സ്റ്റിക്ക് വെച്ചായിരുന്നു. എനിക്ക് ഷീഴ്സ് തന്നില്ല. ഷീഴ്സ് ഞാൻ തന്നില്ലേ? ഇന്റർനെറ്റ് പശു ഉണ്ടാക്കാം. ഈ നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടാം. മുട്ട നീ ഓടാ. ഓടിച്ചോ. കിട്ടിയില്ലേ? ഞാൻ കളയുന്ന സാധനങ്ങളൊന്നും എടുക്കണം. അതുകൊണ്ടൊരു കോപ്പറൊക്കെ കിടക്കുന്നു. കോപ്പറും ഗൺ പൗഡറും. അയ്യോ, കോഴി പൊട്ടാടി കാണിച്ച്. കോഴി സമ്മതിക്കൂല. ഫെദേഴ്സ് കിട്ടി. എങ്ങനെ ഞാൻ അപ്പുറത്ത് പോവും? ഐഡിയ ഉണ്ട്. ഇതിൽ കൂടെ വാ. എടാ നീ എന്ത് ഇങ്ങോട്ട് വന്നേ? ഷീറയുണ്ടേ. ഇതാ എടാ പൊട്ടാ. എടാ ഇവിടെ വഴിയുണ്ടാ. എൻ്റെ പ്ലാൻ ബുദ്ധി. ഇതാ ഇവിടെ ഒരു വഴിയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകും. എടാ അവിടെ പശു നിൽക്കില്ല. അതൊക്കെ ഇറങ്ങി ഓടും. നീ ഇവിടെ പശുവിനല്ല ഞാൻ ഇങ്ങോട്ട് വെച്ചത്. നീ എങ്ങോട്ടാ ചെപ്പോ? എടാ ഞാൻ ഷീറായിട്ട് ഇതെനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ നീ എന്തിനാടാ? ഞാൻ വെച്ചിട്ട് കൊല്ലണം. ഒരടിക്കുള്ളത്. ആ ബ്ലോക്ക് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത്. കോഴിക്കുഞ്ഞിൻ്റെ പാട്ട് നോക്കി എന്തോ ഇതിനൊക്കെ കയറി. എടാ അപ്പം നമ്മുടെ ഫാമിൽ കൂടെ പന്നിക്കുട്ടനും കൂടെ വന്നാൽ എല്ലാമേ സെറ്റ്. ജസ്റ്റ് ഇല്ല. ഇപ്പം എൻ്റെ ഹെൽമെറ്റ് പൊട്ടിയില്ലയോ പറഞ്ഞ പോലെ? ഉണ്ടാക്കും. എവിടെ ജസ്റ്റ് ഉണ്ടാക്കി? ഇതൊരു ആക്രിയാണ് നമ്മുടെ. നിന്റെ ഫെദേഴ്സ് ഒരു ഷിയേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് നമ്മുടെ അണ്ണന്മാരെ ബ്ലീഡ് ചെയ്യട്ടെ. അണ്ണന്മാരെ എല്ലാവരും ഇങ്ങോട്ട് ആദ്യം നിനക്ക്, പിന്നെ നിങ്ങളെല്ലാവരും
കുട്ടികളായില്ല. ഓ, നിങ്ങൾക്ക് ഇനി കഴിപ്പിക്കാൻ പറ്റും. ആട്ടുകളെ നിങ്ങൾക്കൊന്ന് അതിനൊക്കെ വന്നു. എടാ നിനക്ക് ഡയമണ്ട് ബൂട്ട്സ് വേണം, പക്ഷെ പകുതി ഉപയോഗം കഴിഞ്ഞതാണ്. കാര്യമില്ല. വേണോ? ആണ്. എന്നാ എനിക്കായാലും മതി, നീ എടുത്ത്. ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. കാർപ്പറ്റ് നടന്നു. അവിടെ നമ്മുടെ പന്നിക്കുട്ടൻ. ഈ പന്നിക്കുട്ടനെ വിളിച്ചിട്ടോ? പിന്നെ വിളിക്കാൻ നിൽക്കും. ചെസ്റ്റിലുണ്ട്, വേണമെങ്കിൽ എടുത്തു. എടി ഈ റൂമേ എടി ഈ റൂം ഒരു ബ്ലോക്കും കൂടെ മണ്ടയ്ക്കോട്ട് മൈൻഡ്. നീ മൈൻഡ് ചെയ്യും. ഞാൻ ഇവിടുന്നേ ഓട്ടെ എൻ്റെ കൃഷി ഫാം തുടങ്ങട്ടെ. നമ്മളൊന്ന് സഹായിക്കോടാ. എടാ നീ ഇവിടെ വന്നൊന്ന് മൈൻഡ് ചെയ്യടാ, പെട്ടെന്ന് വാ. ഒരുമിച്ച് ഒറ്റ കാര്യം ചെയ്താലേ അത് പെട്ടെന്ന് നടക്കും. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. ഗൈസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് ഞങ്ങൾ ഇവിടെ മൊത്തം പൂർത്തിയാക്കി. ഇനി ഞങ്ങൾ എൻ്റെ പൊട്ടറ്റോ കൃഷിയും ക്യാരറ്റ് കൃഷിയും ബ്രെഡ് കൃഷിയും വീറ്റ് കൃഷിയും വേണ്ട, ആ ഷുഗർ കെയിൻ കൃഷി വേണം. നമുക്കേ ഈ ഏരിയ അങ്ങ് ഫുൾ അങ്ങ് കവർ ചെയ്യാം. അപ്പുറത്തോട്ട് 10 ഇപ്പുറത്തോട്ട് 10. ഈ റൂമ് മൊത്തം ഇട്ടേ. ബീട്രൂട്ട് എടുക്കണം. അത് 1 2 3 4 5 6 7 9
ഇവിടുത്തെ കോള് മൊത്തം എനിക്കാണോ? അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ കൊതുവിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കില്ല. എന്നാലും ഞങ്ങൾക്കൊരു കൊതുക് ബാറ്റ് മേടിക്കാൻ പൈസ കിട്ടും. ആ കോള് മൊത്തം അങ്ങ് വഴിയേക്ക്. നിൻ്റെ അടുത്ത് കോളില്ല. മറ്റേ എൻ്റെ സ്ഥലത്ത് കോളില്ല, എൻ്റെ ഭാഗത്താണ് കോള്. നമുക്ക് വീണ്ടും ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണമെന്നാണ്. എന്താ നമ്മുടെ ഇതൊക്കെ പൊട്ടിത്തെറിക്കാറായില്ലേ? എന്ത് ശരി, എൻ്റെ പൊട്ടിയ എൻ്റെ ഞാൻ അയണോ യൂസ് ചെയ്യണ്ടേ? നീയുടെ ഞാൻ ഡയമണ്ടാണ് യൂസ് ചെയ്യണം. എഫിഷ്യൻസി വന്നുള്ളത് എൻ്റെ എഫിഷ്യൻസി വന്നോ നിൻ്റെ? കൊതു പക്ഷെ അത് ചത്തില്ല കേട്ടോ. ഓ ഷിറ്റ്, എന്നെ അടിച്ച ചമ്മന്തിയൊക്കെ നന്ദു. ഇവനെ കിട്ടാത്തതിൻ്റെ പ്രശ്നമാ. ഇവനെ അടിച്ച് ചമ്മന്തി ആക്കിയില്ലേ പിന്നെ കൊടുക്കും. സഹായിക്കണം. ഇവിടെ നയം കാണുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് 3 ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. ഇവിടെ വെച്ചിട്ടുള്ള 47 ഇതെന്തിയായ? എൻ്റെ കയ്യിലില്ലല്ലോ. എടാ അയാളൊക്കെ എന്തി? ഞാൻ ഉപയോഗിച്ചായിരുന്നു, പക്ഷെ ബാക്കി അത് എപ്പോൾ ഞാൻ തോന്നുന്നു 11 ഇതിലുണ്ട് ഫർണസി. ഇരുപതായാണ് എൻ്റെ കയ്യിലുണ്ട്. വല്ല ഒരിക്കാൻ വെക്കാം. നമുക്ക് ഇത് ബുക്ക് ഷെൽഫ് വാങ്ങേണ്ടി വരും. ഞാൻ പോയിട്ട് മരം മുറിക്കാം. ഓക്കെ. ഒരാക്സ് ഓൾറെഡി ഉണ്ടില്ലേ? പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാവില്ല, ഈ ഏരിയയിൽ നമുക്ക് വുഡിൻ്റെ കൃഷിയും കൂടെ തുടങ്ങാം. സാപ്ലിംഗ് ഉണ്ട്. നല്ല ഒരു ലിങ്ക് കൂടെ കിട്ടിയതാണ്. ഗൈസ്, നിങ്ങൾ വീഡിയോ കാണണം എന്നൊന്നുമില്ല, ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പോയാൽ മതി. അല്ല, വീഡിയോ കണ്ടാൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ എനിക്കറിയാം എൻ്റെ വിഷമം. ആകെ എല്ലാവർക്കും ഒരു 10 മിനിറ്റ് വെച്ചാൽ കിട്ടുക. ഈ 10 മിനിറ്റ് മുഴുവൻ ഈ ലൊട്ട ഗെയിമിങ്ങും കൊണ്ടിരുന്നാൽ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടേ പറ്റെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട് പോവുക. അതെനിക്ക് പശുവിനെയൊക്കെ വേണമെങ്കിൽ ഇവിടെ വാ. ഇവിടെ 2 പശു വെറുതെ ഇരിക്കും. പൊക്കിക്ക് വീട്ടില് പശു അവിടെ ഇതെന്താണ്? പശു അവിടെ ഉണ്ട്. ഓക്കെ, എടാ എങ്ങോട്ടായിരുന്നു പോണ്ടേ? എവിടെ പറഞ്ഞു? പൊട്ടത്തല്ലടാ പോണ്ട, കേരളത്തിൽ. നീ ഒന്ന് കൈ കാണിച്ചേ. 1 മിനിറ്റ്. പറഞ്ഞു
ഇത് പന്നിക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അയ്യോ നീ ആ പൊട്ടാറ്റോ പന്നിന് നോക്കിയോ? മമ്മീൻ്റെ പുറകെ വരും. നീ വീട്ടിലേക്ക് പോകണം. എന്താണ് പന്നിയുടെ കണ്ടെത്തുന്ന കാട്ടൊക്കെ വരുന്നു? പൊട്ടാറ്റോ എനിക്കിപ്പോൾ ആദ്യം വരുന്നത് പന്നിക്ക് ക്യാരറ്റല്ല കൊടുക്കേണ്ടത്. ഈ പങ്ക് പഴയ മൈൻക്രാഫ്റ്റിനെ കളിയാക്കുന്നു. ഓ എന്നെ ഇവിടുന്ന് കൊടുക്കടിക്കുന്നു. നമുക്കാ എല്ലാവരും അടിച്ചിട്ടില്ല. നമ്മുടെ അടുത്ത ആളുണ്ട്. ആടിനെ ഞാൻ ഈ സ്റ്റെപ്പ് പണിഞ്ഞോണ്ട് ഉപകാരം എല്ലാവരും അടിച്ച് എല്ലാവരും എൻ്റെ കൂടെ അടിച്ച് വയ്യ. എന്താ എൻ്റെ അടുത്ത് കയറ എവിടെയാണ് അവർക്ക്? പുതിയ പന്നിതേ അതുകൂട്ടാ ഞാൻ പറഞ്ഞില്ലേ പന്നിക്ക് പൊട്ടാറ്റോ അതിൻ്റെ ഗ്ലിച്ചടിച്ച് guys. അയ്യോ ഞാൻ എൻ്റെ അടുത്ത് നീ അതിൽ സാപ്പിളിങ് കളിച്ചു ഇങ്ങനെപ്പോഴത്തേക്കും ഇവിടെ 2 ആട് വെക്കുന്നു, 3 ആട്. ഇവിടെ നീ ഒന്ന് രാവിലെ ആക്കടാ. സോറി ഗൈസ്, എനിക്ക് ചീത്ത അടിക്കേണ്ടി വന്നു. എടാ ആടിൻ്റെ കൂടെ ഒരു ക്രീപ്പർ ഫ്രീ. അവിടെ ഇവിടെ പന്നിയൊക്കെ കിടക്കുന്നുണ്ട്. നീ ഒന്ന് വാടാ. ഇവിടെ പന്നി നമുക്ക് ഒരെണ്ണം കൂടെ വേണം. വേറൊരു കണ്ണു എനിക്കിപ്പോൾ എത്ര ബോയാണ് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ 5ാമത്തെ ബോ എൻ്റെ കയ്യിൽ സ്കൾട്ടനെ കൊണ്ടിട്ട്.
ഇവിടെ വില്ലേജർ പോസ്റ്റ്. ഇപ്പം പോണ്ട പന്നീനെ വിളിച്ചോണ്ട് എടെ ഞാൻ മിണ്ടാണ്ടിരുന്ന് കുറച്ചേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ടെലപ്പോർട്ട് അടിച്ച് വാടാ. എടാ എന്ത് വേടാ വാ. എടാ ഇവിടെ 3 ആടുണ്ട്. എടാ ഈ ആട് ഞാൻ പിന്നെ നീ ഉണ്ടാക്കി കൊണ്ടുവരും. എന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം പന്നീനെ കൂടെ. എടാ എന്തുവാടെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ദുഷ്ടാ. എന്ത് വന്നാലും നിന്നെ വെയിറ്റ് ചെയ്യാണ്ട് ഞാൻ തരില്ല. നീ വാടാ. ആടിനെയൊക്കെ ഒരു കുഴിയിലാക്കി. എടാ ആടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാ. വാടാ. എടാ ഇഷ്ടം പോലെ സമയമില്ലടാ ഇന്ന്. എടാ വാട, എനിക്ക് കാത്തിരിക്കാൻ വയ്യ. നീ അങ്ങ് പോയത്തേക്ക്. അപ്പൊ ഗൈസ് എടാ അവന്മാരെന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ഗൈസ് ഞാനെൻ്റെ എല്ലാ ആടുകളുണ്ട്. എൻ്റെ കൂട്ടുവാ. നിങ്ങളെ നരകം എന്താണെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ടെലപ്പോർട്ട് അടിച്ചു. എല്ലാവരും വരും. എടാ വാടോ. ഞാൻ എനിക്ക് ദേഷ്യം. ഞാൻ പോവാണ്. നീ പൊക്കോ. ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ വെയിറ്റ് ചെയ്യാൻ പോലും പറ്റാത്തവനല്ലേ. നീ എന്ത് ചില്ലറ സമയമല്ലല്ലോ. എന്തുവാടേ എൻ്റെ ഡ്രാഗനെ കൊല്ലണമെങ്കിൽ ഈ ബെഡിൽ ഒന്ന് സംഭവിക്കും. നല്ലതാണ്. എല്ലാവരും വാ. എടാ നീയും കൂടെ ഒന്ന് വാട പെട്ടെന്ന്. ഞാൻ എന്താ ഇവിടെ എത്താനായി. ജാടുകൂട്ടന്മാർ എല്ലാവരും നല്ലതാണ്. എന്നെ അടിക്കുന്നോ? പിന്നെ അടിക്കാണ്ട് പെട്ടെന്ന് കഴിയാതെ ഞാൻ ഇവിടെ ഇനി വന്ന മോശമല്ലടാ. ശബ്ദം കൊടുക്കണം. ശബ്ദം കൊടുക്കും. അമ്മരെല്ലാം അടിച്ചപ്പോൾ വരുന്നുണ്ട് അളിയ. ഒന്ന് രണ്ട് മൂന്നാള് ഇവിടെ തിരിഞ്ഞു വിട്ടിട്ട് പോയി. പന്നിയുടെ കൂട്ടിൽ തൽക്കാലം ഇട്ടേക്ക്. മതി. ഇനി ആദ്യത്തെ അവിടെ എത്തി. എല്ലാത്തിനും ഓക്കെ വാ. കണ്ടോടാ, അയൺ ഗോളത്തിൻ്റെ കൂടെ 2 പില്ലേജറും കൂടെ ഉണ്ടായിരുന്നു ആ കൂട്ടിൽ. എനിക്ക് ക്രോസ് ബോ കിട്ടിയാണ്. അടി ഇവനെ പിന്നെ വേണം റൈഡിങ് വരാം. ആ പോഷൻ തിന്നല്ലേ, പോഷൻ കുടിക്കല്ലേ. ഏത് പോഷൻ? എനിക്ക് ഡാഡമ്മൻ്റെ പോഷൻ കിട്ടും. ഞാൻ കിട്ടും. മാറിയേ അടി. പന്നല് ഞാൻ അടിക്കാൻ ഫോണെങ്ങാനും കിട്ടിയാൽ പൊളിക്ക്. ബോട്ട് ഫോണില്ലേ, മറ്റേ
ആടിൻ്റെ തലയിലുള്ള കൊമ്പ് പൊട്ടിക്കുന്ന സാധനമാണ്. അതെ XP ബൂട്ടിന് നല്ല നീ എങ്ങനെയാണോ മേളിലെത്തിയ? ഇവിടെ പടികളുണ്ടല്ലേ? ഇതൊക്കെ എനിക്ക് വേണ്ടി എടുക്കാം. ഇത് പിന്നെ ഡെക്കറേഷന് വേണ്ടി എടുക്കാം. എടാ ഈ വുഡ് നല്ല വുഡ് നമുക്ക് എടുത്താൽ വുഡ് മൊത്തം അടി ചെസ്റ്റ് നോക്കിയാടാ. കണ്ടോളെ ഞാൻ ഒറ്റയ്ക്ക് ഈ ഔട്ട് പോസ്റ്റ് മൊത്തം. അപ്പം നമുക്ക് ഇവനെയും കൊണ്ട് മറ്റേ റെയർ വില്ലേജറിനെ ഉണ്ടാക്കിയാലോ? ആനെ കൊണ്ട് അവനെയും കൊണ്ട് താഴെ നിൽക്കുന്ന. അയ്യോ ഞാൻ വെള്ളം വെച്ചിട്ട് താഴെ ബാനർ മൊത്തം പിറ്റി എടുത്തു. നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ബാനർ എന്താന്ന് പോലും എനിക്കൊന്ന് അത് കഥയുള്ള പടം മറ്റേ കൊടി. എടാ ഞാനേ എനിക്കൊരു പന്നീനെ കിട്ടി. എന്തെങ്കിലും ഉണ്ട് ബാനർ. അവിടുത്തെ ആടിനെ നീ പിടിച്ചോണ്ട് വരണം. ഞാൻ വരത്തില്ല ഇപ്പോൾ. ഞാൻ ഇല്ല ഞാൻ ചേട്ടാ നീ ആടിനെ പിടിക്കാണ്ടിരിക്ക ഉള്ള വഴിയല്ലേ നീ എന്താ പന്നിക്കൂട്ടം വാടാ. നിങ്ങൾക്ക് മലയാളമൊക്കെ അറിയാം. എടാ ക്രോസ് ബോ ആണോ? എൻ്റെ അടുത്തുണ്ട് 2 ക്രോസ് ബോ വണ്ടി. എങ്ങോട്ടതിനടാ വഴി? നീ ഈ ആടിനെ വിളിച്ചെൻ്റെ കൂടെ വാടാ. നന്ദി മര്യാദയ്ക്ക് ഈ ആടിനെ വിളിച്ചെൻ്റെ കൂടെ വന്നു. എടാ കോഴീനെ പിടിച്ച ഫെതറുണ്ടാക്കാം. എൻ്റെ എടാ നീ ഈ ആടിനെ പേടിക്കും. എടാ നന്ദി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടു. ബാബാ കിട്ടാ ആരാടാ രാത്രിയാക്കി? എടാ ദുഷ്ട എന്നെ ഒന്ന് സഹായിക്കും. ഞാൻ വീട്ടിലോട്ട് പോട്ടെ. അവിടെ ആളുണ്ടോ? സൗണ്ട് കുറച്ച് പൂച്ചേനെ കൊണ്ടുപോയിട്ട് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. വരില്ല. അത് വീഡിയോൻ്റെ ലെങ്ത് 30. അപ്പം ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.